മുണ്ടക്കയിൽ നിന്ന് ഇന്ന് 10 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചാലിയാറ്റിൽ നിന്ന് ഇന്ന് ഏതാണ്ട് 19 മൃതദേഹങ്ങളാണ് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ കൂടുതൽ യന്ത്രസാമഗ്രികൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വളരെ വിപുലമായ ഒരു തിരച്ചിൽ ഇവിടെ സാധ്യമാകൂ. കാരണം അത്രമാത്രം കട്ടിയിലാണ് അവിടെ ചെളിയും മണ്ണും എല്ലാം അടിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ ചെളിയും മണ്ണും അടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിളക്കി അതിനടിക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന അത്യന്തം ദുഷ്കരമാണ്. അനൂപ് ചേരുന്നു. അനൂപ്, എന്തൊക്കെയാണ് തിരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ? മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പുരോഗമിക്കുന്നത്? ഏറ്റവും ഒരു ആശ്വാസകരമായ കാര്യം മേപ്പാടി മുണ്ടക്കയിൽ സംഭവിച്ചിരിക്കുകയാണ്. ദുരന്തബാധിത മേഖലയിലേക്ക് ആദ്യത്തെ JCB എത്തിയിരിക്കുന്നു. പുഴച്ചാൽ മുറിച്ചു കടന്നാണ് മുണ്ടക്കയിലേക്ക് ഈ JCB എത്തിച്ചത്. ഇനി രക്ഷാപ്രവർത്തനം അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ, അതായത് ഈ വീടിന് മുകളിലൂടെ എല്ലാം മണ്ണ് വീണടിഞ്ഞ് അകപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഊർജിതപ്പെടും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വലിയ കട്ടറുകളെല്ലാം ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് പാളികൾ കീറി വീടുകളിലേക്കും മറ്റും ആളുകൾ ഇറങ്ങിച്ചെന്നത്. എന്നാൽ ആ ഒരു സാഹചര്യം ഇനി ഉണ്ടായേക്കില്ല. ആദ്യ യന്ത്രം മേപ്പാടി മുണ്ടക്കയിലേക്ക് എത്തിയിരിക്കുന്നു. അത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു അവിടേക്ക് എത്തിക്കുക എന്നുള്ളത്. വലിയ മലവെള്ളപ്പാച്ചിലുള്ള സ്ഥലത്തുകൂടി ആണ് മുറിച്ചു കടന്നാണ് ഈ JCB അവിടേക്ക് എത്തിച്ചത്. അതൊരു ആശ്വാസകരമായ കാര്യമായി മുണ്ടക്കയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയും. ഏതായാലും മുണ്ടക്കയിൽ നിന്ന് കൂടുതൽ പേരെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ച് താഴേക്ക് എത്തിക്കുകയും പിന്നീട് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇനി അവിടെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയവരോ മറ്റോ ശേഷിക്കുന്നില്ല എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതേസമയം അവിടെ ഈ മൃതശരീരങ്ങൾ പല ഭാഗത്തും കാണുന്നുണ്ട്. അത് താഴേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമമാണ് സേനാ വിഭാഗങ്ങളും ഒപ്പം സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ചെയ്യുന്നത്. അതോടൊപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാലം അവിടെ ഒലിച്ചു പോയിരുന്നു. ആ പാലം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ സൈന്യം സ്വീകരിക്കുന്നതായി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് കൂടുതൽ കാര്യക്ഷമമായി ഇപ്പോൾ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ കടന്നു പോകാൻ തക്ക വിധം ഒരു പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ ആ ജോലി പൂർത്തിയാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രക്ഷാപ്രവർത്തനത്തിന് അത് സഹായകമാവും. മറ്റൊന്ന് 17 ട്രക്കുകളിലായി ഒരു സൈന്യത്തിന്റെ 20 ട്രക്കുകളിലായി സൈന്യത്തിന്റെ ഇത്തരത്തിൽ പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളുമായി സൈന്യം വീണ്ടും ഒരു സംഘം കൂടി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും.